മുതൽ BJP ഭരിക്കുന്ന നഗരസഭ, അയ്യന്റെ സ്വന്തം പന്തളം നഗരസഭ. ഇവിടെ BJP ഭരണം തുടങ്ങിയ കാലം മുതൽ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒഴിഞ്ഞിട്ടില്ല. ഒടുക്കം പന്തളത്തെ നികുതി പരിഷ്കരണത്തിൽ കുടുങ്ങി ചെയർപേഴ്സൺ വീണു. നഗരസഭയിലെ 17,000-ഓളം വരുന്ന വാസവ്യാണിജ്യ കെട്ടിട ഉടമസ്ഥരെ കണ്ണീരിലാഴ്ത്തിയ തീരുമാനമായിരുന്നു പന്തളത്തെ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണം. നാളിതുവരെ കൃത്യമായി നികുതി അടച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് പോലും UA എന്ന അനധികൃത നിർമ്മാണ സ്റ്റിക്കർ പതിപ്പിച്ചു കൊടുത്തു. ക്രമാതീതമായി വർദ്ധിപ്പിച്ച നികുതി 2016 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഈടാക്കാൻ ശ്രമിച്ചതും നഗരസഭ വാണിജ്യ ലൈസൻസ് നൽകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാതിരുന്നതും കെട്ടിട ഉടമകളുടെ കൂട്ടായ്മയായ ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ശക്തമായി പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ തെറ്റുതിരുത്താനുള്ള അവസരങ്ങളൊക്കെ പാഴാക്കിയ ചെയർപേഴ്സൺ താൻ ചെയ്തതെല്ലാം ശരിയാണ് എന്ന അഹങ്കാരത്തോടെ മുന്നോട്ടു പോവുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ അസോസിയേഷൻ നിരവധി തവണ മന്ത്രിയെ ഉൾപ്പെടെ നേരിൽ കണ്ടു. അവിടെയും പരിഹാരമൊന്നും ഉണ്ടാകാതെ വന്നതോടെ ഹൈക്കോടതിയെ സമീപിച്ചു. ഇപ്പോഴും കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഭരണമുന്നണിയിലെ തന്നെ കൗൺസിലർമാർ പ്രശ്ന പരിഹാരത്തിന് മുന്നിട്ടിറങ്ങേണ്ടി വന്നു. കൗൺസിലർമാരുടെ ഈ തീരുമാനത്തിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുകയും കൂടി ചെയ്തതോടെ ചെയർപേഴ്സൺ നികുതി കുരുക്കിൽ വീണ് പുറത്തേക്ക് പോകേണ്ട അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പന്തളത്ത് കണ്ടത്. ജനങ്ങളുടെ നികുതി പണം ഈടാക്കുന്നതിലും ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലും വീഴ്ച വരുത്തുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും ഭരണകർത്താക്കൾക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ രാജിയിലേക്ക് കൊണ്ടെത്തിച്ച സാഹചര്യമെന്ന് അസോസിയേഷൻ വിഷയത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ രാജിവെച്ചതോടെ വീണ്ടും പൊങ്ങിവരുന്നത് പഴയൊരു വീഡിയോ ദൃശ്യമാണ്. കൗൺസിലർ KV പ്രഭയും ചെയർപേഴ്സണും നഗരസഭാ കൗൺസിൽ ഹാളിൽ വെച്ച് കയ്യാങ്കളിയിലെത്തിയ ദൃശ്യമാണ് ഇത്. ചെയർപേഴ്സണൊപ്പം വൈസ് ചെയർപേഴ്സൺ U രമ്യയും രാജിവെച്ചു. അധ്യക്ഷയും ഉപാധ്യക്ഷയും ഒരുപോലെ രാജിവെച്ചതോടെ നഗരസഭാ ഭരണം നിലനിർത്താൻ തിരക്കിട്ട ചർച്ചകളുമായി നെട്ടോട്ടമോടുകയാണ് BJP ഇപ്പോൾ. പാലക്കാട്, പന്തളം നഗരസഭകളാണ് ആകെ BJP ഭരണ നേതൃത്വത്തിലുള്ളത്. പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ U രമ്യയും ചൊവ്വാഴ്ച വൈകിട്ട് നാടകീയമായി രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. ബുധനാഴ്ച LDF അവതരിപ്പിക്കുന്ന അവിശ്വാസ പ്രമേയത്തിന് മുന്നോടിയായാണ് ഈ രാജി എന്നതും എടുത്തു പറയണം. BJPയുടെ കൗൺസിലർ KV പ്രഭയുടെ പിന്തുണയോടെയാണ് LDF അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. BJPയിലെ 3 കൗൺസിലർമാർ വിമതരായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ അനുനയിപ്പിക്കാനാണ് രാജിവെപ്പിച്ചത് എന്നാണ് സൂചന. നിലവിലെ കക്ഷിനില BJPക്ക് 18, LDFന് 9, UDFന് 5, സ്വതന്ത്രൻ 1, ആകെ 31 എന്നിങ്ങനെയാണ്. വിമതർക്ക് സ്ഥാനമാനങ്ങൾ നൽകി ഭരണം നിലനിർത്താനാണ് പാർട്ടിയുടെ ശ്രമം. BJP പന്തളം നഗരസഭയിൽ അധികാരത്തിലേറിയതു മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫയൽ കാണാതായതും വയനാട് ദുരന്തത്തിനിടയിൽ പന്തളത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചതും BJP കൗൺസിലർ KV പ്രഭയോട് ചെയർപേഴ്സൺ മോശമായി സംസാരിച്ച വീഡിയോ പുറത്തു വന്നതുമെല്ലാം വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിരുന്നു. ഏറ്റവും ഒടുവിലായാണ് നികുതി പരിഷ്കരണം കൂടി വിവാദമായത്. ഇതും കൂടിയായപ്പോൾ പന്തളത്ത് BJPക്ക് മുഖം രക്ഷിക്കാതെ വേറെ നിവർത്തിയില്ലാതെയായി. നഷ്ടപ്പെട്ട പ്രഭാവം വീണ്ടെടുക്കുന്നതിനു വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ നിർബന്ധിത രാജി എന്നാണ് വിവരം.